ഈ ഗവൺമെന്റിന്റെ മദ്യനയം കുറ്റമറ്റ രീതിയിലായിരിക്കണം എന്ന് UDF-ന് നിർബന്ധമുണ്ട്. അടുത്ത കാലത്ത് ചില പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് ഈ ബാർ ലൈസൻസ് കിട്ടിയത് സംബന്ധിച്ച് ചില വിവാദങ്ങൾ ഉയർന്നു വന്നു. നമ്മുടെ പോളിസി പെട്ടതാണ് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് കൊടുക്കുക എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ കൊടുത്തിരിക്കുന്നത് സുപ്രീം കോടതി കണ്ടംപ്റ്റ് വന്ന് എടുക്കാൻ തുടങ്ങിയ സമയത്താണ് കൊടുത്തത്. അപ്പൊ ഇന്നത്തെ നയത്തിൽ ഉള്ളിൽ നിന്നുകൊണ്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ്. പക്ഷേ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതിനകത്ത് ഇത് കുറച്ച് മിസ്യൂസ് ചെയ്യാൻ സാധിക്കുമോ എന്ന സംശയം വന്ന സാഹചര്യത്തില് അത് സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ ഇന്നത്തെ മീറ്റിംഗ് എടുത്തിട്ടുണ്ട്. ഇന്നലെ മലപ്പുറത്ത് വെച്ച മീറ്റ് ദ പ്രസിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മദ്യനയത്തിന് മുന്നോട്ട് വെച്ച കാലം പുറകോട്ടില്ല. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് എല്ലാവരുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കും എന്ന് പറഞ്ഞു. ഇന്നത്തെ മീറ്റിംഗ് ഞങ്ങള് പ്രകടന പത്രികയ്ക്ക് പുറമെ ഈ സെക്രട്ടറിയുടെയും ഈ ക്യാമ്പയിൻ കമ്മിറ്റിയുടെയും കാര്യം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആലോചിച്ച ഒരു പ്രധാന ഇഷ്യൂ ഇതാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സർക്കാരിന്റെ കാലത്ത് ഇനി 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നതല്ല. അത് പക്ഷേ അതൊരു കുറഞ്ഞ പീരീഡിലേക്ക് മാത്രമാണ്. പക്ഷേ UDF-ന്റെ മദ്യനയത്തിൽ 5 സ്റ്റാർ ഹോട്ടലുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്താൻ ഇന്നത്തെ യോഗം തീരുമാനിച്ചു. അത് നമ്മുടെ മദ്യനയത്തിന്റെ ഭാഗമായിട്ട് മാറുക. ഒന്ന്, 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകൾ കൺവെർട്ട് ചെയ്ത് 5 സ്റ്റാർ ആയി ലൈസൻസ് കിട്ടിയാൽ അവർക്ക് ബാർ ലൈസൻസ് കൊടുക്കുന്നതല്ല. കാരണം 3 സ്റ്റാർ 4 സ്റ്റാർ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കൂട്ടാൻ തീരുമാനിച്ചത്. അത് ആയിട്ടുള്ളതാണ്. അവര് പിന്നെ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ടൊരു ഷോർട്ട് കട്ട് എടുത്താൽ അത് അനുവദിക്കാൻ പാടില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതുപോലെ 5 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്താലും കേരള ഗവൺമെന്റ് കുറെ കൂടി കർക്കശമായ ചില വ്യവസ്ഥകൾ ലൈസൻസിന് കൊടുക്കണം എന്ന നിർദ്ദേശം മുമ്പോട്ട് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.